എല്ലാവർക്കും മച്ചൂസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു പാൻ കേക്ക് ആണ് തയ്യാറാക്കാൻ പോകുന്നത്. എങ്ങനെയാണ് നല്ലൊരു പാൻ കേക്ക് തയ്യാറാക്കാന്ന് നമുക്ക് കണ്ടാലോ. അതിനായിട്ട് ഒരു ബൗൾ എടുക്കുക. ഈർപ്പമില്ലാത്ത ഒരു ബൗളാണ് എടുക്കേണ്ടത്. അതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള കോഴിമുട്ട ആയിരിക്കണം നമ്മൾ പൊട്ടിച്ചൊഴിക്കേണ്ടത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പൊടിക്കാത്ത പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. അടുത്തതായിട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നത് മുട്ടയുടെ മണം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയും കേക്കിന് നല്ലൊരു സ്മെല്ല് ഉണ്ടാവാൻ വേണ്ടിയുമാണ്. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. പഞ്ചസാര നന്നായിട്ട് അലിയുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാൻ പാടില്ല. സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഓയിലോ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കരുത്. അടുത്തതായിട്ട് 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. റൂം ടെമ്പറേച്ചറിലുള്ള പാല് തന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് ഉപ്പും കൂടി ഇതിൽ ചേർക്കണം. ഉപ്പ് ചേർക്കുന്നത് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ്. നന്നായിട്ട് ഇതിന് മിക്സ് ചെയ്യാം. ഒട്ടും കട്ടകളില്ലാതെ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം. എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ആരും മറന്നു പോവല്ലേ. ഇപ്പൊ നമ്മുടെ ബാറ്റർ നന്നായിട്ട് വന്നിട്ടുണ്ട്. കട്ടകൾ ഒട്ടും ഇല്ലാണ്ട് നല്ല ബാറ്റർ ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് സ്പ്രെഡ് ചെയ്യാം. ഇനി നമുക്ക് 1 ടീസ്പൂണോ 1.5 ടീസ്പൂണോ വീതം വെച്ച് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് പാൻ കേക്കിന്റെ വലിപ്പത്തിൽ വ്യത്യാസം വരുത്താം. ഞാനിവിടെ ആദ്യം 4 പാൻ കേക്ക് വീതം വെച്ചാണ് ഉണ്ടാക്കിയത്. 4 പാൻ കേക്ക് ഒരുമിച്ച് ഉണ്ടാക്കിയപ്പോൾ അതിന്റെ ഷേപ്പ് കറക്റ്റ് ആയിട്ട് വന്നില്ല. അതുകൊണ്ട് ഞാൻ പിന്നീട് എല്ലാനും ഓരോന്ന് വീതം വെച്ചാണ് ഉണ്ടാക്കിയത്. അതാണ് കൂട്ടുകാരെ ഞാനിപ്പോ കാണിച്ചു തരുന്നത്. ഇതുപോലെ ഒരു ബ്രൗൺ ഷെയ്ഡ് ആവണം. ബ്രൗൺ ഷെയ്ഡ് ആവുമ്പോഴാണ് നമ്മുടെ പാൻ കേക്ക് തയ്യാറാകുന്നത്. ഒന്നും കൂടി കാണിച്ചു തരാം. മാവ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ പറയുന്നത് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മനസ്സിലാകുന്നില്ലെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി. ഞാൻ റീപ്ലൈ തരാം. കണ്ടില്ലേ, നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുത്തു. 1 മിനിറ്റ് ആവുമ്പോഴേക്കും ആ ബാറ്ററിന്റെ നടുക്കെ നന്നായിട്ട് ബബിൾസ് വരാൻ തുടങ്ങും. ഇതുപോലെ ബബിൾസ് വരുമ്പോഴാണ് നമ്മൾ ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കേണ്ടത്. സ്പാച്ചുല യൂസ് ചെയ്തോ അല്ലെങ്കിൽ ഒരു തവി യൂസ് ചെയ്തോ നമുക്ക് പതുക്കെ മറിച്ചിട്ട് കൊടുക്കാം.
വളരെ ചെറിയൊരു സമയത്തിനുള്ളിൽ തന്നെ സ്വാദിഷ്ടമായ പാൻകേക്ക് നമുക്ക് തയ്യാറാക്കാം. ഈ റെസിപ്പി എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ വെച്ച് കൊടുത്തു വിടാനും നല്ലൊരു ഐറ്റം കൂടിയാണ്. ഒരു പ്രാവശ്യം കൂടി ഞാൻ കാണിച്ചു തരാം. മാവ് ഒഴിച്ചു കൊടുക്കുക, നന്നായിട്ട് ബബിൾസ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക, അതിനുശേഷം തിരിച്ചിട്ട് കൊടുക്കാം. എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. ഇനി പതുക്കെ തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ ഞാൻ ഇനി ബാക്കിയുള്ള എല്ലാ പാൻകേക്കുകളും ഇതുപോലെ ഉണ്ടാക്കി എന്നിട്ട് അതിന്റെ മുകളിൽ കുറച്ച് ഹണി ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.